മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി.വി. അൻവർ കൂടി രംഗത്തെത്തിയതോടെ ചതുഷ്കോണ രാഷ്ട്രീയ പോരിന് വേദിയാകുകയാണ് നിലമ്പൂർ. ദിവസങ്ങൾ നീണ്ട നാടകീയതകൾക്കൊടുവിലാണ് പി.വി. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരം. എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു ഇന്ന് പി.വി. അൻവർ മാധ്യമങ്ങളെ കണ്ടത്. തനിക്കെതിരായ സതീശന്റെ നിലപാടിന് പിന്നിൽ പിണറായി വിജയനാണെന്ന് പി.വി. അൻവർ ആരോപിച്ചു. സതീശൻ കാണിക്കുന്നത് ഹിറ്റ്ലറിസമെന്നും ആര്യടൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ലെന്നും പി.വി. അൻവർ. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും പി.വി. അൻവർ ഈ പറയുന്ന UDFന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ മൂന്നാമത് വി.ഡി. സതീശൻ. ഈ 3 കത്രിക പൂട്ടിൻ്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? ഇവിടെ ഈ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതെന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത്. ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഷൗക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല, ജയിക്കൂല. വലിയ അബദ്ധത്തിലേക്കാണ് പോണത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിപിൻ സി വിജയനും ഒപ്പം ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, LDFനെതിരെ, UDFനെതിരെ, ഒപ്പം BJPക്കെതിരെ അപ്പോൾ അൻവർ അങ്ങനെ കളം നിറയുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പി.വി. അൻവർ അങ്ങനെ ഒരാഴ്ചയായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് അദ്ദേഹവും തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിഹ്നത്തെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നം വേണമോ അതോ ഓട്ടോറിക്ഷ ചിഹ്നമായിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനമാകാനുള്ളൂ. മറ്റെല്ലാ തയ്യാറെടുപ്പുകളും തൃണമൂൽ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം 3 പേരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, ഒപ്പം തന്നെ മറ്റ് 2 LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ വോട്ട് ബാങ്കുകളിൽ തൊടുന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനമാണ് നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഷൗക്കത്ത്, UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത്, ഒപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഇവർക്കെതിരെയായിരുന്നു രൂക്ഷ വിമർശനങ്ങളെല്ലാം. അങ്ങനെ പറയുമ്പോഴും UDFലെ മറ്റ് നേതാക്കളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന രീതിയിലായിരുന്നു, അവർക്കെല്ലാം നന്ദി പറയുന്ന രീതിയിലായിരുന്നു അൻവറിന്റെ പത്രസമ്മേളനം. അത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ തന്നെ UDFന്റെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ വി.ഡി. സതീശനാണ് അതെല്ലാം തടഞ്ഞത്. അദ്ദേഹം ഹിറ്റ്ലറിസമാണ് അദ്ദേഹത്തിൻ്റെത്. അതിനപ്പുറത്തേക്ക് KC വേണുഗോപാലിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് UDFനെ സംബന്ധിച്ച്. ആര്യടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ കൂടി അദ്ദേഹം ഓരോന്നായിട്ട് തന്നെ പറയുന്നു. അത് മുസ്ലിം സംഘടനകൾ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയില്ല. പഴയ ചില പ്രസ്താവനകൾ അതെല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്നത്, ഒപ്പം പാഠമൊന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആര്യടൻ ഷൗക്കത്തിന് വിമർശനമായി പറയുമ്പോൾ തന്നെ M സ്വരാജിന് അദ്ദേഹം പിണറായിസത്തിന്റെ ഒരു നിഴലായി നിൽക്കുകയാണ്. ഒപ്പം കവളപ്പാറ ദുരന്തത്തിന്റെ സമയത്ത് മണ്ഡലത്തിൽ ഒട്ടും തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് M സ്വരാജ്, ഒപ്പം തന്നെ ശബരിമല വിഷയമടക്കം M സ്വരാജിനെതിരെയുള്ള ആയുധമായിട്ട് കൂടി പി.വി. അൻവർ ഇന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ എങ്ങനെയായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു തെളിവായിരുന്നു ഇന്ന് പറഞ്ഞത്. അത് നെക്സസിനെ സംബന്ധിച്ചിട്ടായിരിക്കും. അതായത് പിണറായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുകയും MLA സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്നുണ്ടെങ്കിൽ ഇനി പിണറായിസത്തിനോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരെയും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ വോട്ട് ബാങ്ക്, അൻവറിന്റെ ആ ഒരു ശക്തി തെളിയിക്കൽ അത് ആരെ ബാധിക്കുമെന്നുള്ളത് 2 മുന്നണികളെ സംബന്ധിച്ചും എടുത്തു പറയേണ്ടതാണ്. അത് മലയോര ജനതയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടത്തിയത്. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് തന്നെ ഇത്തരത്തിൽ മുന്നണിയുടെ ഭാഗമാക്കാത്തത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു. സതീശന് പിന്നിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നെക്സസിനെതിരെ വീണ്ടും പി.വി. അൻവർ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നാളെ മുതൽ വലിയൊരു അതിശക്തമായിട്ടുള്ള പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം LDFനും UDFനും BJPക്കും SDPക്കും ഒപ്പം പി.വി. അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുകയാണ്. ഉന്മേഷ്.
ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, അപ്പോൾ 4 പേർ അങ്കത്തട്ടിൽ ശക്തർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഉണ്ട്. അപ്പോൾ തീപാറും പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ. എങ്ങനെയായിരിക്കും ഈ 4 പേരുടെയും വരവ് മണ്ഡലത്തെ സ്വാധീനിക്കുക ഷഹദ്? ഉന്മേഷ്, അക്ഷരാർത്ഥത്തിൽ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ 4 പേർ, അതായത് സാധാരണ CPM, അതുപോലെ തന്നെ കോൺഗ്രസ്, BJP ഇവരാണ് കൂടുതലും മത്സരങ്ങളിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ ഇവിടെ 3 പേർക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് PV അൻവർ തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒപ്പം തന്നെയാണ് ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് നോമിനേഷൻ, അതായത് പത്രിക സമർപ്പണം പൂർത്തിയാക്കിയത് കോൺഗ്രസ് ആണ്. തൊട്ടുപുറകെ LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്വരാജ് മണ്ഡലത്തിലുടനീളം ഇന്നലെ റോഡ് ഷോ നടത്തി. ഒപ്പം തന്നെ ഇന്ന് വിവിധ കൺവെൻഷനുകളിലും വിവിധ ഇടങ്ങളിലെ പരിപാടികളിലും പങ്കെടുത്ത സ്വരാജും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ തീപ്പൊരി പ്രകടനവും കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് ഇന്നിപ്പോൾ BJP 3 മണിയോടുകൂടി നഗരത്തിൽ ഒരു റോഡ് ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.